ഇന്ന് വെറുതെ ഒരു നടത്തം ഒന്ന് നടന്നു പോരാന്ന് വിചാരിച്ചു. ഏതായാലും ഒന്ന് വെറുതെ ഒന്ന് നടന്നൊക്കെ പോരാം. പിന്നെയെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. ഇവിടെ വർക്കുകളൊക്കെ നടക്കുക, പല വീടുകളിലും വർക്കുകളൊക്കെ നടക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ വീടുകൾ ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് ഇതുവരെ വണ്ടിയിൽ കെട്ടി കൊണ്ടുവരുന്ന വീടുകളാണ്. താമസിക്കാനൊക്കെ പറ്റും. എന്ന് പറയുമ്പോൾ ബാത്റൂം എല്ലാ സൗകര്യം ഇതിലുണ്ട്. വീടുകൾ ബാംഗ്ലൂരിലൊക്കെ കെട്ടി വലിച്ച് കൊണ്ടുവരും. ഇതൊക്കെ ചെറുതാണ് കേട്ടോ. വലുത് മറ്റേ വലിയ വണ്ടിയിലെ കൊണ്ടുവരും. ഇവിടെ ഒരു പള്ളിയുണ്ട്, ചെറിയൊരു പള്ളി. ചെറിയ പള്ളി ഇത് കണ്ടില്ലേ, ഇതൊരു വീട് തന്നെയാണ് സംഭവം. ഇത്രയും വലിപ്പമുണ്ട്. 2 ബെഡ്റൂമൊക്കെ ഉണ്ട് ഇതിൽ. ഇങ്ങനെ പോകാം. ഇവിടെ വൈകുന്നേരമായിട്ടില്ല ഏതാണ്ട്, പക്ഷെ വെയിൽ താണിട്ടില്ല. വെയിൽ തന്നെയാണ്, ചെറിയ രീതിയിൽ ചൂടുണ്ട്. ഇവിടെ അടുത്ത് കടകളും മറ്റും ഇല്ല. കടകളൊക്കെ കുറച്ച് ദൂരത്തിലേ ഉള്ളത്. 1 കിലോമീറ്ററൊക്കെ പോയിട്ടേ ഉള്ളൂ. പിന്നെ വീടുകൾ മാത്രം. പബ്ലിക് എന്ന് പറയുമ്പോൾ ലോക്കൽസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. മറ്റുള്ള വിദേശികളൊക്കെ കുറവാണ്. കണ്ടില്ലേ, നല്ല നല്ല വീടുകളുണ്ട് ഇവിടെ. നല്ല മജ്‌ലിസ് മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ കെട്ടിയുണ്ടാക്കിയ വീടുകളാണ്. പള്ളി കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ചില ഭാഗത്തൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഒരു അടിപൊളി വീടായത്. ഈ വീട് നല്ല രീതിയിലുള്ള കോമ്പൗണ്ട്, മുറ്റം, ഗാർഡനും ഒക്കെ ഉണ്ട്. മജ്‌ലിസ് എല്ലാ സൗകര്യങ്ങളും. കണ്ടോ എന്ത് രസമുള്ള വീടാ. പിന്നെ ഇവരെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് താമസിക്കുക, ഒന്നിച്ച് താമസിക്കുക എന്നുള്ള ഇതാണ്. ഒരാൾ മാത്രമല്ല, ഒന്നിച്ചാണ് താമസം ഇവിടെ. ഒരാൾ താമസിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇതെല്ലാം ഒന്നിച്ച് ഓരോ ഏരിയയിൽ ഒന്നിച്ച് താമസിക്കുന്നവരാണ് ഇവർ. വിട്ട് താമസിക്കുന്ന ആൾക്കാർ കുറവാണ്. ഓരോ മതിൽ കെട്ടി അതിൻ്റെ ഉള്ളിൽ താമസിക്കും. ഇത് കണ്ടില്ലേ, ഇത് പുല്ലല്ല, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ കവറിങ്ങാണ്. കണ്ടാൽ പുല്ലാന്ന് വിചാരിക്കും, പക്ഷെ ഇത് പുല്ലല്ല. മറ്റേ എന്താ നമ്മൾ പറയുക, പോളിത്തീൻ പോലുള്ള ഒരു പുല്ലിൻ്റെ മോഡലുണ്ടല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ, അതാണിത്. അത് വിരിച്ചതാണ്. ഇരിക്കും പുല്ലാന്ന് വിചാരിക്കും കണ്ടാൽ, പക്ഷേ ചെറിയ പുല്ലാന്നുള്ള രീതിയിൽ വിചാരിക്കും. പക്ഷെ അതാണിപ്പോൾ. നല്ല രസമുണ്ട്. ഇതിനൊക്കെ സജ്ജീകരിച്ചിട്ടുള്ളത് നല്ല മനോഹരമായിട്ടുള്ള സജ്ജീകരണം. നല്ല വിരിച്ച് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് പുല്ലാന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയുള്ളത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇതൊക്കെ ഈ രീതിയിലൊക്കെ മറ്റേ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലോണായത്.
കണ്ടോ, രസമുണ്ടല്ലോ ഇതൊക്കെ. അതിനനുസരിച്ച് ട്രീസൊക്കെ വെച്ച് ആർട്ടിഫിഷ്യൽ തന്നെ. ഇങ്ങനെയുള്ളൊരു നടത്തമാണ്. വൈകുന്നേരമായി എന്ന് പറയുമ്പോൾ വൈകുന്നേരമായി, പക്ഷേ വെയിൽ കുറവൊന്നുമില്ല. റോഡിൽ കൂടെ ചുമ്മാ അങ്ങനെ നടക്കുക. നല്ല മനോഹരമായ വീടുകളുണ്ട് ഇവിടെ. നല്ല ശാന്തമായ ഏരിയ, ലോൺലി ഏരിയ. പബ്ലിക് അധികം ഇല്ല, നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നു. ഡേറ്റ്സ് എല്ലാം ഏതാണ്ട് പാകമായി വന്നിട്ടുണ്ട്. ഡേറ്റ്സ് ഏതാണ്ട് റൈപ്പിങ് മറ്റേ വിളവെടുപ്പിനൊക്കെ ആയിട്ടുണ്ട്. ഏതാണ്ട് ചൂടൊക്കെ അടിക്കുമ്പോൾ അത് ഇടില്ലേ. നല്ല വിജനമായ ഏരിയ, ആരെയും ശല്യമില്ല, ഇല്ലാത്ത ഏരിയ. എല്ലാവർക്കും നല്ല രീതിയിൽ ഇവിടെ ഒരു ബഹളങ്ങളില്ല, ആളുകളില്ല. എന്നാലോ നമ്മൾ ശാന്തമായിട്ടുള്ള ഏരിയ, സൈലൻ്റ് ഏരിയ. ഇത്തരം ഏരിയകളിൽ ഇവർ ജീവിക്കുക. ബഹളമുള്ള സ്ഥലത്ത് ഇവർ ജീവിക്കില്ല. ഇത് ലോക്കൽസിന് പ്രത്യേകത അതാണ്. അവർക്കധികം ബഹളമുള്ള ഏരിയകളിലൊന്നും അവർ നിൽക്കില്ല. അപ്പോൾ അവർക്ക് കണ്ടോ, സൂര്യൻ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. വണ്ടികളിങ്ങനെ വരുന്നു. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുക. കൺസ്ട്രക്ഷൻ വർക്കാണ് ഇവിടെ. കണ്ടോ.